Facebook, Instagram ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നും പലർക്കും പല രീതിയിലാണ് ഇഷ്യൂസ് നേരിടാറുള്ളത്. സസ്പെൻഡ് ആവുക, ആക്ഷൻ ബ്ലോക്ക് വരിക, ഡീആക്ടിവേറ്റ് ആവുക, ഡിസേബിൾ ആവുക, ഡിലീറ്റ് ആവുക, അങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഡേറ്റ് തന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവും, ഡിസേബിൾ ആവും, സസ്പെൻഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും ഇപ്പോൾ ഓൾറെഡി മെയിൽ കിട്ടിയവരുണ്ടാവും, ഓൾറെഡി അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയതുണ്ടാവും, ഡിസേബിൾ ആയി പോയതുണ്ടാവും, അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ ഈ ഡീആക്ടിവേറ്റ് എന്താണ്, ഡിസേബിൾ എന്താണ്, ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താണ്, സസ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള എല്ലാം നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ആയിട്ട് അതിൻ്റെ ഫുൾ സൊല്യൂഷനും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏകദേശം കൺഫ്യൂഷൻസും ഏകദേശം നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾക്കുള്ള സൊല്യൂഷൻസും ആവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ടൈം ചാപ്റ്റർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡിലീറ്റ് ആയ ആളാണെന്നുണ്ടെങ്കിൽ, ഡിസേബിൾ ആയ ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 ഡേയ്സ് സസ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പാർട്ടിലായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയുള്ള ഒരു കാര്യം ഞാൻ അങ്ങനെ ടൈം ചാപ്റ്റർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഫോളോവേഴ്സൊക്കെ കൂടിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രൊഫൈൽ ഇതൊക്കെ നഷ്ടപ്പെടാതെ ഇരിക്കാനും അത് നല്ല ഭദ്രമായിട്ട് വെക്കാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ സഹായിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ അധികം ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിലാണ് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പാലിക്കാത്തതിനാൽ ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആകും. ഇത്ര ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, അതിനെ ഡിസഗ്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെർമനൻ്റ് അത് ഡിസേബിൾ ആയി പോകും എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ട് ഓൾറെഡി ആളുകൾക്ക്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബാറായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? അതിന് മുന്നേ ആയിട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസേബിൾ അക്കൗണ്ട്, സസ്പെൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ലഭിക്കുന്ന മെയിലുകളിലോ വാർണിംഗ് മെസ്സേജിലോ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡിലീറ്റ് ആകും, ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ഡിലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ടെമ്പററി മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പ്രൊഫൈലുള്ള പ്രൊഫൈൽ ഫോട്ടോ, അതേപോലെ മറ്റുള്ള ഫോട്ടോസ്, അക്കൗണ്ട്, ഫോളോവേഴ്സ്, ആക്ടിവിറ്റി ഡീറ്റെയിൽസ്, ലൈക്ക്, ഷെയർ, ഈ പറഞ്ഞ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നേക്കുമായിട്ട് ഫുള്ളായിട്ട് അത് വൈപ്പ് ചെയ്ത് പോകും, ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നീട് അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഓപ്ഷൻസും ഇല്ല. ഇങ്ങനെ നമ്മൾ അഥവാ എങ്ങാനും നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് അപ്പീൽ ചെയ്തുകൊണ്ടോ ഇൻസ്റ്റഗ്രാമിന് ഒരുപാട് കോൺടാക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും നിലവിൽ അവൈലബിൾ ആയില്ല. ഇൻസ്റ്റഗ്രാമിന് അതിനെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഥവാ എങ്ങാനും നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ മെയിൽ യൂസ് ചെയ്തുകൊണ്ട് വേറൊരു യൂസർ നെയിമിൽ, ആദ്യത്തെ യൂസർ നെയിം നമുക്ക് ലഭിക്കില്ല, വേറെ ഏതെങ്കിലും അതുപോലെയുള്ള സാമ്യമായുള്ള യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ഫ്രഷ് ആയുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം നമുക്ക് പറയുന്നത്. അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കറക്റ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡിലീറ്റ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് സസ്പെൻഡ്, ഡിസേബിൾ, ഡീആക്ടിവേറ്റ് എന്നൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാവർക്കും റിസീവ് ആയിട്ടുള്ളതൊക്കെ ഡിസേബിൾ ചെയ്യും, സസ്പെൻഡ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഡിസേബിൾ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് മെത്തേഡിലാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, ഫോളോവേഴ്സ്, ആക്ടിവിറ്റീസ്, അതേപോലെ ലൈക്ക്, ഷെയർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള യൂസേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കും. അതും ഒരു നിശ്ചിത സമയത്തിലേക്കായിരിക്കും. അപ്പോൾ അവർ പറയും 30 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സ് ഇന്ന ഡേറ്റിന് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡിസേബിൾ ചെയ്തിരിക്കുന്നു, അതിനുശേഷം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. അങ്ങനെ പല രീതിയിലാണ് മെൻഷൻസ് വരാറുള്ളത്. അപ്പോൾ ഡിസേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ആകെ വിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസോ അല്ലെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്തതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാം അത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസേബിൾ, സസ്പെൻഡ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പീൽ ചെയ്യാനും അത് റിക്കവർ ചെയ്തെടുക്കാനും തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഒന്നും ഒറ്റയടിക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ഒഴിവാക്കി കളയുകയോ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഇതേപോലെ മെയിലോ അല്ലെങ്കിൽ മെസ്സേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസേബിൾ ആണോ ഡിലീറ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം മാത്രം അയ്യോ എൻ്റെ അക്കൗണ്ട് പോയല്ലോ, അവിടെ പോയല്ലോ, ഇവിടെ പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് പറയാൻ നിൽക്കുക. അപ്പോൾ ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് പണിക്കൊന്നും പോകണ്ട, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡിസേബിൾ, സസ്പെൻഡ്
ഡിലീറ്റ് ഇതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ 8ന്റെ പണികളൊക്കെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പം നിലവിൽ കിട്ടിയിട്ടുള്ളത്, കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കിട്ടാം, അതിന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. റീസെൻ്റ് ആയിട്ടും പിന്നെ ഏകദേശം ആളുകൾക്കൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ പോളിസി നിങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ തന്നെ പോളിസീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു പോളിസിയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എന്തെല്ലാം പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യരുത് എന്നുള്ള കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെക്ഷൽ ട്രാഫിക്കിങ്, അതേപോലെ കവറിങ് മൈനർ ആൻഡ് അഡോൾട്ട്, അങ്ങനെയുള്ള സെക്ഷനായിട്ടുള്ള പരമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് വയലേറ്റ് ആണ്. പിന്നെ നിങ്ങൾ ചിൽഡ്രൻസിന് സെയിൽ ചെയ്യുക, അതേപോലെ തന്നെ ഇല്ലീഗൽ അഡോപ്ഷൻസ്, ഓർഫനേജ് ട്രാഫിക്കിങ്, ഓർഫനേജ് ടെററിസം, അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഡ് മാരേജ്, ഇതേപോലെ ഹ്യൂമൻ പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഫോഴ്സ്ഡ് ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങളതിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പണികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വേറെ ഒരുപാട് റീസൺ കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിളും ഡിലീറ്റും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനെ ലോഗ് ഔട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും ഡിസേബിൾ ആവും. അതേപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സെക്യൂർ അല്ലാത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസുകളിൽ കൂടുതലായിട്ട് അധിക ഡിവൈസുകളിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ഒരു ഡിവൈസിൽ എന്തെങ്കിലും ഇഷ്യൂസോ സെക്യൂരിറ്റി ഇഷ്യൂസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യുന്നതാണ്. പിന്നെ അധിക പേരും VPNകൾ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാറുണ്ട്, അക്കൗണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട്, VPN യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ഡിസേബിൾ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആ ഒരു അറ്റംപ്റ്റ് എറർ ആവുക, പാസ്വേഡ് മിസ്മാച്ച് എന്ന് പറയുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഡിസേബിൾ ആവുന്നതാണ്. പോസ്റ്റിംഗ് ഹെയ്റ്റ് സ്പീച്ച്, അതായത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും സ്പീച്ച് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പിന്നെ അതേപോലെ ന്യൂഡിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റുകൾ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡിസേബിൾ ചെയ്യാൻ കാരണമാണ്. ഇതേപോലുള്ള വാർണിംഗ് മെസ്സേജുകൾ ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അല്ലാതെ പലപ്പോഴും ഇത് റോബോട്ടാണ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ആ ഒരു കമ്പ്യൂട്ടർ മനസ്സിലാക്കി എടുത്തിട്ട് ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ആയിട്ടും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് ബൈ മിസ്റ്റേക്ക് ആയിട്ട് ഇങ്ങനെയുള്ള വാർണിംഗ് മെസ്സേജുകളും നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയിട്ടുണ്ടാവും. യെസ്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു 8ന്റെ പണി കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ അഥവാ അങ്ങനെ വാർണിംഗ് മെസ്സേജോ എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് പോവോ, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ഇൻഫർമേഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവുകയോ സസ്പെൻഡ് ആവുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. അതിൻ്റെ റിയാക്ടിവേറ്റിംഗ് പ്രോസസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു പ്രോസസ്സിംഗ് മാത്രമേ ഉള്ളൂ, വലിയ സംഭവമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹെൽപ്പ് സെൻറ്ററിലേക്കാണ് പോവുക. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിളോ സസ്പെൻഡോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ബൈ മിസ്റ്റേക്ക്, ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും അങ്ങനെ ഒരു ബൈ മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല, വളരെ നീറ്റാണ്, വളരെ ഫ്രഷ് ആയുള്ള അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ലിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണെന്നുള്ള ഫോമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഫോമും രണ്ടാമത്തെ ഫോമും ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്, ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്ന പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാസ് ബീൻ ഡീആക്ടിവേറ്റഡ് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വിഷ്
വിഷ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കുറച്ച് ഇൻഫർമേഷൻ ചോദിക്കും. യുവർ നെയിം എന്നുള്ള അവിടുത്തെ ഇനീഷ്യൽ അടക്കമുള്ള നെയിം നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളെ ലീഗൽ ആയിട്ടുള്ള നെയിം ഉണ്ടാവില്ല, അത് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൽ ID നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കോ പേസ്റ്റ് ചെയ്യാൻ ചോദിക്കും. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഡിസേബിൾ ആയി പോയതോ അല്ലെങ്കിൽ പ്രൊഫൈൽ കാണാത്തതൊക്കെ ആണെങ്കിൽ ലിങ്ക് കിട്ടാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒക്കെ ആണെങ്കിൽ instagram.com/fawaz എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഓർത്ത് വെക്കാവുന്ന URL ഉള്ളൂ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ കൊടുക്കുക. ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നിങ്ങളിങ്ങനെ മുകളിൽ ഐഫോണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ യൂസർ നെയിം സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യല് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതേപോലെ റിക്വസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുക, ഞാൻ അറിയാതെ സംഭവം ഇത് ചെയ്തതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് എതിരാണെന്ന് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് എറർ വന്നിട്ടുള്ളത്, എന്താണ് സംഭവിച്ചതെന്നുള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ PNG ആയിട്ടോ PDF ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ലോഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഇലക്ട്രിക്കൽ സിഗ്നേച്ചർ അവിടെ കൊടുക്കണം. നിങ്ങളുടെ നെയിം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് സെൻഡ് എന്ന് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്, ഇതേപോലെ വാണിംഗ് മെസ്സേജും നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫോമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതേപോലെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. സെയിം തന്നെയാണ്, ആദ്യം ആ ടിക്ക് ചെയ്യുന്നത് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫുൾ നെയിം നേരെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ലോഗിൻ ചെയ്തുള്ള ആ ഒരു മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിന് യൂസർ നെയിമോ അല്ലെങ്കിൽ ആ ഒരു URL ലിങ്കോ നിങ്ങൾ നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എറർ വന്നേക്കാം. അപ്പോൾ കൂടുതലായിട്ട് സ്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വരയോ കുത്തോ ഒക്കെ അധികമോ കൂടുതലോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം താഴെ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. അതായത് എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്താണ് റീസൺ അവിടെ കാണിച്ചതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇത് ബൈ മിസ്റ്റേക്ക് ആയിട്ട് സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് അൺസസ്പെൻഡ് ചെയ്യണം, ഡിസേബിൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്താം, അല്ലാത്തവർക്ക് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു കുറച്ച് മാറ്റർ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം നേരെ സെൻഡ് എന്ന് കൊടുക്കുക. യെസ്, ഇതേപോലെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം 4 to 5 ഡേയ്സിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ റിസീവ് ആവും. ഇതേപോലെ ഒരു മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർ ആ മെയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. എങ്കിലും കൂടുതൽ ആളുകൾക്കും ഇതേപോലെ മെയിൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 6 ഡിജിറ്റ് OTP നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എഴുതണം. അല്ലാതെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് വെക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല. കാരണം ഇതൊരു ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ ഈ ഒരു മെയിൽ മെൻഷൻ ചെയ്തതാണ് ഫസ്റ്റ് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഫുൾ നെയിം, ലീഗലായിട്ടുള്ള നിങ്ങളുടെ വോട്ടർ ID കാർഡിലൊക്കെ ഉള്ള എന്താണോ നെയിം ഉള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ നിങ്ങൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതുക, കൈകൊണ്ട് എഴുതുക. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ആ ഒരു OTPയും കറക്റ്റായിട്ട് ആ 6 ഡിജിറ്റോ 5 ഡിജിറ്റോ എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്യാമറ എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിലോ എവിടെയെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സെൽഫി ആയിട്ടുള്ള ഫോട്ടോ എടുക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് നിന്നിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ, ബ്ലറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈറ്റൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ എടുക്കുന്ന പണിയൊക്കെ വെറുതെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ ഇതേപോലെ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു മെയിലിന് റീപ്ലൈ ആയിട്ട് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു മെയിൽ കിട്ടും. അതിൽ കറക്റ്റായിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതേപോലെ ഞങ്ങൾ ബൈ മിസ്റ്റേക്ക് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് യാതൊരു
തരത്തിലും വയലേറ്റ് ഒന്നും ചെയ്തില്ല, ഞങ്ങൾ റീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണെന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു മെയിൽ റിസീവ് ആവുന്നതാണ്. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണ് മെയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവർ ചുമ്മാ പോയിട്ട് ചെയ്യാൻ പറ്റില്ല ഡേ എന്ന് പറഞ്ഞിട്ട് പോവില്ല. എന്തുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഇപ്പോഴും നിങ്ങൾ അതിനൊക്കെ എതിരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ അപ്പീൽ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ആയിട്ട് ഒന്നും കൂടെ നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പ്രോസസ് പരമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത്രയും ആളുകൾ, കോടിക്കണക്കിന് ആളുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ടൈം എടുക്കുന്ന സംഭവമാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഉടനെ തന്നെ വേറെ എന്തെങ്കിലും പണിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പണി എടുത്തിട്ട് ഉള്ള അക്കൗണ്ടും കൂടെ കുളമാക്കി കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുക, ഒരു 4 to 5 ഡേയ്സോ അല്ലെങ്കിൽ 1 വീക്കോ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കൂടുതലായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടും യാതൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻസ്റ്റഗ്രാം പറയുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ, അല്ലാതെ വേറെ ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഥവാ അങ്ങനെ മെയിൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, സാധാരണ ഒരു ഇൻബോക്സിലൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജങ്ക് ഫയൽസോ അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള ഫോൾഡേഴ്സിൽ ജസ്റ്റ് പോയി നോക്കുക. മെയിലിൻ്റെ സ്പാം ആയിട്ടുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും ബൈ മിസ്റ്റേക്ക് ആയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡേഴ്സിലൊക്കെ പോയി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ അതിലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. യെസ്, അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പണി കിട്ടുന്നതെന്നുള്ളതും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന് നമുക്ക് സൊല്യൂഷൻസ് ഉള്ളതെന്നുള്ളതും എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തു. എങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിനെ കുറിച്ചും മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒരുപാട് വീഡിയോസ് ഒന്നും കണ്ട് വെറുതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും നിർബന്ധമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവില്ല, പക്ഷേ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതില്ലാതാക്കാൻ അവർക്ക് സഹായിക്കും. അതേപോലെ തന്നെ ഇത് വന്ന ആരെങ്കിലും വെറുതെ വിഷമിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് 100% ഉപകാരപ്പെടും. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്തതെന്നുള്ളതും നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും നിലവിൽ ഇതേപോലെ എന്തൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫൈനലൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്നവർക്കൊക്കെ കമൻറ്റ് വായിച്ചുകൊണ്ടും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.